ഞാനാണോ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരു ലക്ഷണം കണ്ടിട്ട് ഒരു തമിഴ് மனம் இங்க வந்திருக்கு. அது எனக்கு தெரியாது. நீங்க வந்து முதல்ல தமிழ் பாட்டு பாட போறியா என்ன பாட்டு பாட? കുറേ വർഷമായി അവരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ആള് മാറി വരാന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി വേണമല്ലോ. എന്താണ് മാറിയാലും വാ തുറന്ന പഴയ ആള് തന്നെ. അപ്പൊ ഒത്തിരി സന്തോഷം. എന്താ പറയാ, എം ജി സാറിന്റെ കൂടെ എന്താ പറയാ, ഒരു നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ദാസാറ്, എം ജി സാറ്, ചിത്ര ചേച്ചി എന്നൊക്കെ പറയുന്ന പി ജയന്ദ്രൻ സാർ എന്നൊക്കെ പറഞ്ഞ മലയാളി ഉള്ളിടത്തോളം എത്രയോ ആയിരക്കണക്കിന് പാട്ടുപാടിയ ലെജൻസ് ആണ്. എത്രയോ ഞാനൊക്കെ ചെറുതിലേ തൊട്ട് അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോഴും എന്നും കാലാകാലത്തോളം ഇനി ഈ ശബ്ദത്തിന് യാതൊരു കോട്ടവും തട്ടാതെ ഇപ്പം 40 വർഷം അദ്ദേഹത്തിൻ്റെ ഈ വേദി തന്നെ നമ്മൾ ആഘോഷിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ലൈവായിട്ടൊരു പ്രോഗ്രാം നമുക്കിങ്ങനെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന് ഒരു ഗംഭീര കൈയടി കൊടുക്കാം. പിന്നെ പാടാൻ വന്ന് എനിക്കെന്താ കൈയടി ഇല്ലേ ഞാൻ ചോദിക്കണോ? അപ്പം ഞാൻ പറഞ്ഞു തരുമെന്ന് വിചാരിക്കും. കാലിക്കറ്റ് വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞു അനുജന്മാർക്കും. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്, എനിക്കറിയാം വളരെ ശാന്തശീലരായി ഭയങ്കര ഇങ്ങനെ കൈയുടെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. ആരും മിണ്ടത്തില്ലേ? അവർ ഒച്ചയൊക്കെ കേട്ട് എന്നാലല്ലേ നമുക്ക് പാടാൻ. ഒരു ഇച്ചിരി ഒച്ച എടുത്തിട്ടൊരു കൈ അടിച്ച് നോക്കട്ടെ, വരുമോ ഒച്ച വരുമോ? സമാധാനമില്ലേ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഇതാണോ? അപ്പൊ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലോട്ട് കല എന്ന പ്രോഗ്രാമിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. നമ്മളെ വിളിച്ചത് ജയദേവൻ സാർ. എവിടെ ജയദേവൻ സാർ? ശബ്ദം മാത്രമേ കേട്ട് പരിചയമുള്ളൂ. ഇവിടെ ഉണ്ടോ? ജയദേവൻ സാറിന് ഒരു വലിയ ഹായ്. ഇൻകം ടാക്സി എന്നാന്ന് കേട്ടതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. റേറ്റ് ചോദിച്ചു. ഞാൻ പഠിച്ചു ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇനി മയത്തി ചോദിച്ചിട്ട് ഒരു റേഡും കൂടെ വരണം. സാർ കുഴപ്പമില്ല, എന്ത് തന്നാലും കുഴപ്പമില്ല, ആ ഒരു സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് പ്രമോദേട്ടൻ, മാതൃഭൂമിയുടെ എല്ലാമായ കോഴിക്കോടിൻ പ്രമോദേട്ടൻ, പിന്നെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാ ഇവിടെ തൊട്ട് ഇവിടെ ഇരിക്കുന്ന VIP-കൾക്കും ആകാശത്തോടെ പോകുന്ന ഫ്ലൈറ്റിനും പിന്നെ അങ്ങ് ബാക്കിൽ ഇരിക്കുന്നവർക്കും നമസ്കാരം. അപ്പോൾ തുടങ്ങിയേക്കാം, കാരണം ഓൾറെഡി വൈകി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അറിയാം. ശരി.